സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക അതിക്രമ പരാതിയിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകാൻ എത്തിയിരിക്കുകയാണ്. ബിജു പങ്കജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ബിജു, ഈ ബംഗാളി നടിയുടെ മൊഴി എടുത്തിരുന്നു, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ശ്രീ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ തന്നെ ഈ വിവരങ്ങളും അവരുടെ വെളിപ്പെടുത്തലും ഒക്കെ വന്നതിന് പിന്നാലെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ സമ്മർദ്ദവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് തൻ്റെ പേരിൽ, തൻ്റെ വ്യക്തിപരമായ പേരിൽ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് തനിക്ക് അനുകൂലമായി കാര്യങ്ങൾ ഉണ്ടാകും, അതിനുള്ള ഒരു ഹോൾഡ് അല്ലെങ്കിൽ അതിനുള്ള സ്വാധീനമൊക്കെ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാധു, ഈ കേസിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം രഞ്ജിത്തിൻ്റെ ആത്മവിശ്വാസം കാണുമ്പോൾ അത്തരം കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടി വരും. കാരണം 15 വർഷം മുമ്പുള്ള ഒരു കേസ്, ഒരു സംഭവം, പലരെയും കാണിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അവരെ വിളിപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഈ അതിക്രമം നടക്കുന്നതെന്നാണ് പറയുന്നത്. 15 വർഷം മുമ്പുള്ള ഇത്തരം കേസുകൾ പരിശോധിക്കുമ്പോൾ തെളിവുകൾ, അതിൻ്റെ അപര്യാപ്തതകൾ, ഇവയൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിൽ ഈ സംഭവം നടക്കുന്നു എന്ന് ഈ നടി പരാതിപ്പെടുമ്പോൾ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടർമാരൊക്കെയാണ് അവിടെയുള്ളത്. പിന്നെ സാഹചര്യ തെളിവുകൾ, ആ ഫ്ലാറ്റ് ഇപ്പോൾ രഞ്ജിത്ത് മറ്റൊരു പ്രമുഖ നടന് വർഷങ്ങൾക്ക് മുമ്പ് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ അനുകൂലമാകുമെന്ന് രഞ്ജിത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമാണ് അവിടെയുള്ളത്. മറ്റൊന്ന്, ഈ കേസിലെ പ്രധാന സാക്ഷിയായി വരുന്നത് ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷി ജോസഫും അതുപോലെ മറ്റ് ചിലരുമാണ്. അപ്പോൾ ജോഷി ജോസഫിൻ്റെയൊക്കെ മൊഴി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. അപ്പോൾ ഒരു അറസ്റ്റ് ഭയം അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് മാതൃഭൂമി ന്യൂസുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്ന ആ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഒരു അറസ്റ്റ് ഭയമില്ല. പിന്നെയുള്ളത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾ മാത്രമാണുള്ളത്. കാരണം ലൈംഗിക അതിക്രമം എന്നുള്ള രീതിയിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് നിലവിലുണ്ട്. കാരണം ഹൈക്കോടതിയിൽ തന്നെ പ്രോസിക്യൂഷൻ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ്. ഒരു സാങ്കേതിക കാര്യമാണ്. ഈ ബംഗാളി നടി വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ പോലും അവർക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ് ഈ പറയുന്ന മീറ്റു സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ബിജു, നമുക്കറിയാം, അത് കുറേ കാലം മുമ്പ് അവനവൻ്റെ ആത്മവിശ്വാസത്തിന്, അവനവൻ്റെ ഡിഗ്നിറ്റിക്കൊക്കെ നേരെ ഉയർന്ന ഒരു ചോദ്യം, അതിനെ അഭിമുഖീകരിക്കാൻ വർഷങ്ങളെടുത്തിട്ടും അതിൻ്റെ ട്രോമ മനസ്സിൽ നിന്ന് പോകാത്തവർ തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന ബംഗാളി നടി പോലും ഈ നിയമം പിന്നീട് അവർക്ക് മുൻപാകെ പോവുകയാണ് എന്താണെന്ന് സംഭവിച്ചത് എന്ന് ചോദിക്കാൻ. രഞ്ജിത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേസിന്റെ പരിമിതി മാത്രമായിരിക്കും. അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് അദ്ദേഹം അധികാര സ്ഥാനത്ത് നിന്ന് ഇരിക്കുന്ന ഒരിടത്ത് നിന്നാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാനം, അതൊക്കെ തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് ചോദ്യം ചെയ്യപ്പെടുകയും അത് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നതും ഒക്കെ. തീർച്ചയായും അത് പറഞ്ഞ കൃത്യമായ കാര്യം തന്നെയാണ്. ഒന്ന്, ആ നടി, കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന ഒരു നടി, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന ആ നടിയുടെ അവസ്ഥ വളരെ വളരെ വേദനാജനകമാണ്. കാരണം ആ സമയത്ത് രഞ്ജിത്ത് വളരെ ഹിറ്റ് മേക്കറായ, വളരെ സ്വാധീനമുള്ള ഒരു സംവിധായകനാണ്. ആ സമയത്ത് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാനായി ആ നടിക്ക് ഒരു പക്ഷേ കെൽപ്പുണ്ടായിരുന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള സ്ഥിതിവിശേഷങ്ങളുമാണ് ഇപ്പോൾ ഇരകൾക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം എത്രത്തോളം നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാഹചര്യങ്ങൾ ഇപ്പം നമുക്ക് ഇവിടെ തന്നെ അറിയാം. രഞ്ജിത്തിന് ഇത്രയെതിരെ ഒരു കേസ് വരുന്നു, ആരോപണം വരുന്നു. അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനും ഒക്കെയുള്ള എത്ര കാലതാമസം നേരിട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. മുകേഷിൻ്റെ കാര്യത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ അറിയാം, ഒരു സർക്കാർ സംവിധാനവും പാർട്ടി ചട്ടക്കൂടും സംവിധാനങ്ങളും അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം പരസ്യമാണ്. കാരണം കോടതിയിൽ തന്നെ അപ്പീൽ കൊടുക്കാനായി ശ്രമിക്കുമ്പോൾ അത് വേണ്ട എന്നുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഏത് തലത്തിലേക്ക് പോകുമെന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം ഒരു സാഹചര്യമുണ്ടാകും. കാരണം ഒരു പീഡനം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലൈംഗിക അതിക്രമം നടക്കുമ്പോൾ അത് പറയാനുള്ള സാഹചര്യം ഇരയ്ക്ക് ഉണ്ടാകുന്നു. കാരണം പ്രതിസ്ഥാനത്തേക്കുന്നവർ വലിയ ഉന്നതരാകുമ്പോൾ, വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാകുമ്പോൾ, വലിയ ജനപ്രിയരാകുമ്പോഴൊക്കെ അത് പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണെന്ന് പറയുന്നത്. അവരുടെ ട്രോമ അതുവരെയുള്ളത് നമ്മൾ
അവരുടെ ആ ട്രോമയെ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. മാധവ് പറഞ്ഞ വാക്കുകൾ ശരിയാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ ഇന്നത്തെ ആത്മവിശ്വാസം ഇതിൻ്റെ കേസുകളുടെ തെളിവുകളുടെ പരിമിതികൾ, പോരായ്മകൾ, ഈ ക്രൈം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പിന്നീട് ആ ഫ്ലാറ്റുകൾ തന്നെ അദ്ദേഹം കൈമാറ്റം ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരെന്നെ കാണാൻ വിളിച്ചു, ഞാൻ പോയി കാര്യങ്ങൾ പറയുമെന്ന വാക്കിലൂടെ അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ 1 മണിക്കൂറായി ഇപ്പോൾ വന്നിട്ട് അദ്ദേഹം 1 മണിക്കൂർ 3 മിനിറ്റുമായി അദ്ദേഹം വന്നിട്ട് പൂങ്കുഴലി DIG പൂങ്കുഴലി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. മറ്റ് ഈ അന്വേഷിക്കുന്ന സംഘാംഗങ്ങളും അവരോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനെ ഇപ്പോൾ 1 മണിക്കൂറായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് രജിസ്ട്രേഷനുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നോവയിലാണ് അദ്ദേഹം ഇവിടെ ഈ AIG ഓഫീസിന് മുന്നിൽ വന്നിറങ്ങി.